ഹലോ, ഞാനൊരു അടിപൊളി പ്ലാൻ സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്നെ കുറച്ച് ദിവസമായി കണ്ടിട്ടല്ലേ. ഞാൻ പുതിയ ലോഡ് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തത്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ലോഡ് എടുക്കാൻ സാധിച്ചിട്ടില്ല. പുതിയ റോസൊക്കെ കൊണ്ടുവരാം കേട്ടോ, വൈകാതെ തന്നെ പെട്ടെന്ന് കൊണ്ടുവരാം. അതുപോലെ തന്നെ നമുക്ക് ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് കഴിഞ്ഞ ഇതിൽ കുറച്ച് തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പാക്കിങ് അതിൽ നടന്നിട്ടില്ല. പുതിയ ലോഡ് വന്നു കഴിയുമ്പോൾ ഫ്രഷ് പ്ലാൻസ് ഒക്കെ ആയിട്ട് എല്ലാവർക്കും അയക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കുറച്ച് ഗ്യാപ്പൊക്കെ വന്നു കഴിയുമ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ ഇടാറുണ്ട്. നമ്മുടെ കയ്യിൽ പൂക്കളൊക്കെ പോയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പ്ലാന്റ്സ്, നല്ല പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. പ്ലാന്റ്സിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പൂക്കളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചെടികൾ എപ്പോഴും സ്റ്റോക്ക് ക്ലിയറൻസിൽ ഇടാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം തീർത്തിട്ട് വേണം പുതിയ പ്ലാന്റ്സ് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ കാണിക്കുന്ന ആൾ നമ്മുടെ ഗാർഡനിലുള്ള ഒരു അടിപൊളി പ്ലാന്റ് ആണ്, ഒരു നാടൻ റോസ് പ്ലാന്റ് ആണിത്. വയലറ്റ് റോസ് ആ ഒരു ഇതിലുള്ളതാണ് കേട്ടോ. പെറ്റൽസ് അടുക്കടുക്കായിട്ടുള്ള പെറ്റൽസ് ആണ്. 2 കളറിലാണ് പൂക്കൾ വിരിയുന്നത് കേട്ടോ. അത് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്, കാണാൻ നല്ല ഭംഗിയുള്ളൊരു നാടൻ പ്ലാന്റ് ആണ്. അതുപോലെ വയലറ്റ് റോസിൻ്റെ സെയിം സ്മെല്ലാണ് കേട്ടോ. കണ്ടോ എന്തൊരു ഭംഗിയാന്ന് നോക്കി. ഇതൊരു നാടൻ റോസാണ്, നാടൻ ബഡ്ഡിങ്ങിലുള്ള റോസാണ്. അപ്പോൾ ഇതൊരെണ്ണേ ഉള്ളൂ, നമുക്ക് ഈ അടുത്താണ് പൂക്കൾ വിരിഞ്ഞ് കിട്ടിയത്. അപ്പോൾ ഒരു പ്ലാന്റേ ഉള്ളൂ. അപ്പോൾ ഇത് സ്റ്റോക്ക് ക്ലിയറൻസിലുള്ളതല്ല കേട്ടോ, കാരണം നമുക്ക് കിട്ടിയേക്കുന്ന ഒരു നാടൻ വെറൈറ്റിയാണ് ഈ കാണുന്നത്. അടിപൊളി റോസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആദ്യം അയക്കുന്ന ആൾക്ക് ഈ പ്ലാന്റ് തരൂ കേട്ടോ. നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ്. പിന്നെ വേറെ നമുക്കിതുപോലെ തന്നെ വയലറ്റ് റോസൊക്കെ നമുക്ക് ഉണ്ട്. അപ്പോൾ വയലറ്റ് റോസിൽ സ്റ്റോക്ക് ക്ലിയറൻസ് പ്ലാന്റും ഉണ്ട്, അല്ലാതെ ഉള്ള പ്ലാന്റും ഉണ്ട്. അപ്പോൾ ഏതെടുത്താലും പ്രശ്നമില്ല, കാരണം സ്റ്റോക്ക് ക്ലിയറൻസ് ആണെങ്കിലും ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി സ്റ്റോക്ക് ക്ലിയറൻസിനെ കുറിച്ച് പറയാം. നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസിന് കൊടുത്തേക്കുന്ന എല്ലാം 50 രൂപ റോസുകളാണ് കേട്ടോ. 50 രൂപ റോസുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ വലിപ്പമുള്ള ഹെൽത്തി പ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, വേരൊക്കെ നല്ലോണം ഉള്ള പ്ലാന്റാണ്, അങ്ങനെയുള്ള പ്ലാന്റാണ് നമ്മൾ കൊടുക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊറിയർ ചാർജ് വരും. കൊറിയർ ചാർജ് വരും എന്ന് പറഞ്ഞാൽ ഒരുപാടല്ല. നിങ്ങൾക്കിപ്പോൾ ഒരു 50 രൂപ പ്ലാന്റ് ആണെങ്കിൽ ഒരു 3 പ്ലാന്റ്സ് എങ്കിലും വാങ്ങിയാലാണ് ആ കൊറിയർ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു 50 രൂപയുടെ റോസ് എടുത്തിട്ട് 80 രൂപ കൊറിയർ ചാർജ് അടക്കുമ്പോഴത്തേക്കും പ്ലാന്റിനേക്കാളും കൂടുതൽ പൈസയാണല്ലോ വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, 50 രൂപയുടെ ഒരു 3 റോസെങ്കിലും വാങ്ങുക, എന്നാലാണ് നിങ്ങൾക്ക് അതൊന്ന് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ വയലറ്റ് റോസൊക്കെ ഓൺ റൂട്ട് വയലറ്റ് റോസ് വരെ നമുക്ക് സ്റ്റോക്ക് ക്ലിയറൻസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൂക്കളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്, കാരണം നമുക്ക് ആ പൂവ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് പ്രൂണിങ് ചെയ്യണം എന്നാണല്ലോ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ റോസ് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് നട്ട് പരിപാലിച്ചിട്ട് സെയിൽ ചെയ്യുന്ന ഒരു രീതിയില്ല. അങ്ങനെയുള്ളൊരു സൗകര്യം നമ്മുടെ വീട്ടിലില്ല. ഒരു കൊച്ചു ഹോം ഗാർഡൻ ആണ് എൻ്റെ. അപ്പോൾ എനിക്ക് അങ്ങനെ പരിചരിക്കാനുള്ള ഒരു റോസ് നട്ട് വെച്ചിട്ട് വളർത്തി വീണ്ടും സെയിൽ ചെയ്യാനുള്ള ഒരു അവസ്ഥ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നത്. നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കുഴപ്പമില്ല, കാരണം അതിനായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് കുറച്ചൊക്കെ ആയിട്ട് ഞാൻ തന്നെ ചെറിയ പ്ലാന്റ്സ് കൊണ്ടുവന്ന് വളർത്തി ബുഷിയാക്കിയിട്ടൊക്കെ സെയിൽ ചെയ്യാറുണ്ട്, സെപ്പറേറ്റ് ചെയ്ത് വളർത്തി സെയിൽ ചെയ്യാറുണ്ട്. പക്ഷേ റോസ് അങ്ങനെയല്ല. റോസ് നമ്മൾ പരിപാലിക്കണമെങ്കിൽ കുറച്ച് ടൈം റോസിൻ്റെ പുറകെ കൊടുക്കണം. അതുപോലെ തന്നെ എന്ത് വേണം, നമുക്കതിനുള്ള സ്ഥലവും സൗകര്യങ്ങളൊക്കെ വേണം കേട്ടോ. നമുക്ക് കൂട്ടി അടുപ്പിച്ചൊന്നും വെച്ചിട്ട് റോസ് നോക്കാൻ പറ്റില്ല. ഇപ്പോഴാണെങ്കിൽ ഞാൻ നേരത്തെ പുറത്തുള്ള ഒരു സ്ഥലത്തായിരുന്നു റോസ് വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വെയിലായതുകൊണ്ട് സൂര്യാഘാതം ഏറ്റ കണക്കെയൊക്കെ കുറേ പ്ലാന്റ്സ് നമുക്ക് ചീത്തയായി പോയായിരുന്നു. അപ്പോൾ പുറത്ത് വയ്ക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് വീടിൻ്റെ അകത്താണ് വെച്ചത്. അപ്പോൾ അകത്ത് അധികം സ്ഥലമില്ല, നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് വയ്ക്കണം, റോസ് വയ്ക്കണം. കൂടി ഇരുന്ന് കഴിഞ്ഞാലും റോസിന് പ്രശ്നമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇലയൊക്കെ പഴുത്ത് പോകും. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടത് എലിസബത്ത് റോസിൻ്റെ ട്രീ ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ട്രീ റോസൊക്കെ നമ്മൾ പൂക്കളൊക്കെ കട്ട് ചെയ്ത് വെച്ച ട്രീ റോസുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇതേ കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ്സിൻ്റെ ഒരു
ഇതിൽ ഞാൻ കാണിക്കുന്നത് കൊടുക്കുന്ന പ്ലാന്റ്സിൽ ഏറ്റവും ചെറിയ സൈസാണ്. 50 രൂപ റോസിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും ചെറിയ സൈസ് ഇതാണ്. ഇതൊരു അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. പൂക്കൾ കട്ട് ചെയ്തെന്ന് മാത്രമേ ഇതിലുള്ളൂ, വേറെ ഒരു ഇഷ്യൂവും ഈ ഒരു പ്ലാന്റിൽ ഇല്ല. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ 50 രൂപക്ക് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പ്ലാന്റാണ്. കണ്ടോ, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. എല്ലാത്തിൻ്റെയും പൂക്കൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൂക്കളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം വളമൊക്കെ കൊടുത്ത് ഇത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുള്ള സമയവും സൗകര്യവും നമുക്കില്ലാത്ത കൊണ്ട് മാത്രം സ്റ്റോക്ക് ക്ലിയറൻസിന് ഇട്ടേക്കുന്ന നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത്. പിന്നെ എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം പ്ലാന്റ്സ് സ്റ്റോക്ക് ക്ലിയറൻസിന് ഉണ്ടാവില്ല. നമ്മുടെ ഒരു 3-4 പ്രാവശ്യത്തെ സെയിൽ കഴിയുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു സെറ്റ് പ്ലാന്റ് എല്ലാം വിറ്റ് പോകണം എന്നില്ല. അതിൽ ചിലപ്പോൾ 1-2 പീസൊക്കെ ബാലൻസ് വരാം. അങ്ങനെ വന്നിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്, സ്റ്റോക്ക് ക്ലിയറൻസ് പരമാവധി നല്ല പൈസയൊക്കെ കൊടുത്തിട്ട് റോസ് വാങ്ങാൻ കഴിയാതെ ഇരിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് മുൻതൂക്കം കൊടുക്കുന്നതും. കാരണം ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ വേറെ നഴ്സറിയിലുള്ള എനിക്കങ്ങനെ അനുഭവം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വേറെ ഇതുപോലെ പ്ലാന്റ്സൊക്കെ കളക്ട് ചെയ്തിട്ട് നട്ട് വളർത്തി സെയിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ 20 എണ്ണം തരുമോ, അല്ലെങ്കിൽ ഇന്ന റോസ് ഒരു 15 പീസ് തരാമോ? കാരണം സ്റ്റോക്ക് ക്ലിയറൻസ് കിട്ടുന്ന ഈ റോസൊക്കെ പരിപാലിക്കാൻ സമയമുള്ളവർക്ക് നന്നായിട്ട് പൂക്കളൊക്കെ ആക്കിയിട്ട് വീണ്ടും സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ഞാൻ പറയുന്നത് ഒരു പ്ലാന്റ് തന്നെ 15 എണ്ണം അങ്ങനെയൊന്നും കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. 1-2 നമ്മൾ സെയിൽ ചെയ്ത് മിച്ചം വരുന്ന 1-2 പ്ലാന്റ്സുകൾ അങ്ങനെ വരുന്ന കുറച്ചായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതിൽ പെട്ടെന്ന് തീർന്നു പോകാം. നിങ്ങൾ ചോദിക്കുന്നവർക്ക് ഒരു 3 എണ്ണമൊക്കെ വെച്ച് ചോദിക്കുന്നവർക്ക് തരാൻ പറ്റും. അതിൽ കൂടുതൽ പ്ലാന്റ്സ് തരാൻ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം, നമുക്ക് ഇന്ന റോസ് എന്നില്ല. നിങ്ങൾക്ക് 50 രൂപയുടെ 3 റോസ് വേണം, 50 രൂപയുടെ 2 റോസ് വേണം, അങ്ങനെ മാത്രമേ ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ ഇപ്പം 3 റോസ് ഓർഡർ ചെയ്തവർക്ക് അയച്ചു തരുന്നത് 3 വ്യത്യസ്തമായ റോസുകളാണ്. അല്ലാതെ ഓരോ റോസിന് ഇന്ന ID വെച്ചിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നില്ല. റോസുകൾ കളക്ട് ചെയ്യാൻ, അതായത് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് കൊടുക്കുന്ന റോസ് എല്ലാം 50 രൂപയ്ക്കാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ട, എനിക്ക് 50 രൂപയുടെ 3 റോസ് വേണം, 2 റോസ് വേണം, അങ്ങനെ മെസ്സേജ് അയക്കാം കേട്ടോ. അല്ലാതെ ഇന്ന റോസാണോ ഉള്ളത്, അപ്പോൾ വയലറ്റ് റോസാണോ നിങ്ങളുടെ കയ്യിൽ ഉള്ളത്, അങ്ങനെ ഇല്ല. അങ്ങനെ ID പറഞ്ഞ് സെയിൽ ചെയ്യുന്നില്ല. തരുന്ന റോസ് വ്യത്യസ്തമായിരിക്കും. നമ്മുടെ ഗാർഡനിൽ ഇതുവരെ സെയിൽ ചെയ്ത റോസുകളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ. ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അറിയാം. ആ പ്ലാന്റ്സൊക്കെ തന്നെയാണ് ഇതിൽ വന്നേക്കുന്നത് കേട്ടോ. പിന്നെ ചിലവർക്കുള്ളൊരു ഡൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്ക് ബട്ടൺ റോസ്, അതുപോലെ വൈറ്റ് ബട്ടൺ റോസ് ഇതൊന്നും തരല്ലേ, ഇത് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞാൻ അങ്ങനെയുള്ള റോസുകളൊന്നും സെയിലിന് എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ കോമൺ റോസാണ്, ഒട്ടുമിക്കവരുടെ കയ്യിലുള്ളതാണ്. അപ്പോൾ വാങ്ങാനായിട്ട് പേടിക്കുന്നവർ ഇനി 50 രൂപ റോസ് എന്ന് പറഞ്ഞ് ഓർഡർ ചെയ്യുമ്പോൾ പിങ്ക് ബട്ടണായിരിക്കും എനിക്ക് കിട്ടുന്നത്, വൈറ്റ് ബട്ടണായിരിക്കും, അങ്ങനെയൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനായിരിക്കും. അങ്ങനെയുള്ള കോമൺ റോസുകളൊന്നും ഈ കൂട്ടത്തിലില്ല കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള റോസുകൾ മാത്രമേ ഉള്ളൂ. ആ റോസുകളാണ് നിങ്ങൾക്ക് 50 രൂപ നിരക്കിൽ കിട്ടുന്നത്. ജസ്റ്റ് ഫ്ലവർ കട്ട് ചെയ്ത പ്ലാന്റ്സ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം. പിന്നെ പ്ലാന്റ്സിനായിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് ലോഡ് എടുക്കട്ടെ. ലോഡ് ഈ അടുത്ത് തന്നെ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റോക്ക് ക്ലിയറൻസിൽ ഓർഡറായി ഇതൊന്ന് ക്ലീൻ ആയാൽ മാത്രമേ നമുക്ക് അടുത്ത ലോഡ് വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് സ്പേസ് കുറവാണ് കേട്ടോ. അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്തോളൂ.